IPC 6A is a core objective element. The scope of surveillance incorporates tracking and analyzing of infection risk, rate and trend. ഇൻഫെക്ഷൻസിൻ്റെ റിസ്ക്, ഇൻഫെക്ഷൻസിൻ്റെ റേറ്റ്, ഇൻഫെക്ഷൻസിൻ്റെ ഒരു ട്രെൻഡ് അതൊക്കെ അനലൈസ് ചെയ്യുന്നതിന് നമ്മുടെ ഈ ഒരു സർവൈലൻസിൻ്റെ സ്കോപ്പ് അതെല്ലാം ചേർന്നതായിരിക്കണം എന്നുള്ളതാണ്. അതിന് നമുക്ക് ആക്ച്വലി ഓർഗനൈസേഷൻ ഷാൽ യൂസ് എ ജുഡീഷ്യൽ മിക്സ് ഓഫ് ആക്റ്റീവ് ആൻഡ് പാസീവ് സർവൈലൻസ്. വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധപൂർവം ഡേറ്റ കളക്ഷൻസ് നടത്തുന്ന ഒരു ആക്റ്റീവ് സർവൈലൻസ് വേണം. അതുപോലെ തന്നെ ഒരു മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചില ഇൻഫർമേഷൻസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പാസീവ് സർവൈലൻസ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ബ്ലെൻഡാണ് നമ്മുടെ ഹോസ്പിറ്റൽ സംഭവിക്കുന്നത്. നമുക്ക് ഇത് രണ്ടും ചേർത്ത് നടത്തുമ്പോൾ രണ്ടിന് അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ആക്റ്റീവ് സർവൈലൻസ് നടത്തുമ്പോൾ നമ്മൾ ബോധപൂർവം ഡേറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻസിൻ്റെ ആക്യുറസി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു പാസീവ് ആകുമ്പോൾ അതിന് വലിയ ചിലവൊന്നുമില്ല. ആൾറെഡി നമ്മളുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അത് പീരിയഡിക്കലി കളക്ട് ചെയ്യപ്പെട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റകളിൽ നിന്ന് എടുക്കുക. പക്ഷേ അത് കുറച്ച് ലോങ് ടൈം എടുത്താണ് പലപ്പോഴും സംഭവിക്കുക. അതിന് ഒരു ആക്യുറസി ഓഫ് ഡേറ്റ ഇല്ല എന്ന് പറയുമ്പോഴത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ പലപ്പോഴും ഒരു ഇൻഫെക്ഷൻ വന്നവരുടെ റിപ്പോർട്ടിംഗ് ആണ് ഒരു പാസീവ് സർവൈലൻസിൽ സംഭവിക്കുക. എന്നാൽ നമുക്കൊരു റിയൽ മോണിറ്ററിങ്ങിന് ആക്റ്റീവ് ആൻഡ് പാസീവ് ഒരുമിച്ച് കൊണ്ട് അത് വളരെ ഒരു കൃത്യമായ ബോധതലത്തിൽ ഡിസിഷൻ എടുത്ത് ചെയ്യുന്ന ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ബോധപൂർവം ഇൻഫെക്ഷൻ വന്നതും വരാത്തതുമായ പേഷ്യൻസിൻ്റെ മൊത്തം ഇൻഫർമേഷൻസിനെ കളക്ട് ചെയ്തുകൊണ്ട് എത്ര ഓരോ ഇൻസിഡൻറ്റും നടന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടില്ല, എത്ര ഉണ്ടായി. സോ അതിനൊരു സിമ്പിൾ കാൽക്കുലേഷൻ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫെക്റ്റഡ് പേഷ്യൻസിനെ ന്യൂമറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലിമിറ്റഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ആൾറെഡി നമ്മൾ ഡേറ്റ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഈ സർവൈലൻസ് നമ്മുടെ ടീം വളരെ കൃത്യമായി ചെയ്തുകൊണ്ട് നമുക്കൊരു ഇൻഫെക്ഷൻ റിസ്കിനെയും ഇൻഫെക്ഷൻ റേറ്റിനെയും ഇൻഫെക്ഷൻ ട്രെൻഡ്സിനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഉപകരിക്കും. ഇതൊരു കോർ ഒബ്ജക്റ്റീവുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്തരത്തിലൊരു ടീം ബിൽഡ് ചെയ്ത് സർവൈലൻസ് നടത്തിയേ പറ്റൂ എന്നതാണ് NABHൻ്റെ ഒരു അഡ്വൈസ്. 5ാമത്തെ ചാപ്റ്ററിലെ 6ാമത്തെ ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡിൻ്റെ 1ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ദ സ്കോപ്പ് ഓഫ് സർവൈലൻസ് ഇൻകോർപ്പറേറ്റ്സ് ട്രാക്കിംഗ് ആൻഡ് അനലൈസിങ് ഓഫ് ഇൻഫെക്ഷൻ റിസ്ക്, ഇൻഫെക്ഷൻ റേറ്റ്സ് ആൻഡ് ഇൻഫെക്ഷൻ ട്രെൻഡ്സ്.